ഹായ്, മൈ നെയിം ഇസ് അശ്വിൻ. ഇതെൻ്റെ അമ്മ മീന. അമ്മ ടീച്ചർ വർക്ക് ചെയ്യാണ്. എൻ്റെ ചേച്ചി അവളും ടീച്ചറാണ്. ഇപ്പോൾ ജസ്റ്റ് വർക്കിൽ നിന്ന് മാറി നിൽക്കുകയാണ്. അപ്പൻ വർക്കിന് പുറത്ത് പോയി, അതുകൊണ്ടാണ് ഇവിടെ ഇല്ലാത്തത്. ഇത് ചേച്ചി 2 പിള്ളേര്, മൂത്തവനും ഇളയതും. പിന്നെ ഞാൻ അബ്രോഡിന് വർക്ക് ചെയ്യുന്നത്. ഞാൻ ഇപ്പോൾ ലീവിനായിട്ട് വന്നേക്കുന്നതാണ്. ഞാൻ അബ്രോഡ് വർക്ക് ചെയ്യണേ. അബ്രോഡ് വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ എനിക്ക് പണ്ടുള്ള ആഗ്രഹമാണ് വീടൊന്ന് പുതുക്കി പണിയണം എന്നുള്ളത്. എൻ്റെ ഏറ്റവും വലിയ കൺസേൺ എന്ന് പറഞ്ഞാൽ അപ്പനമ്മ ഉണ്ടാക്കിയ വീട് ഒരു കാരണവശാലും പൊളിക്കാണ്ട് അത് ആഡ് ഓൺ ചെയ്യണമെന്നായിരുന്നു. അതിലെത്ര ഫണ്ട് ബെസ്റ്റ് വന്നാലും അതുമേ പുതിയ വീട് പണിയാതെ അതുമേ തന്നെ എക്സ്റ്റെൻഡ് ചെയ്യണമെന്ന് എൻ്റെ ആഗ്രഹമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ എൻ്റെ സുഹൃത്ത് വഴി ഞാൻ സോഷ്യൽ മീഡിയ ത്രൂ ഈ ഡിസൈൻ ഡ്രാഫ്റ്റ് അറിയുന്നത്. ഞാൻ വേറെ ടീംസിനൊക്കെ മുട്ടിയായിരുന്നു. പക്ഷെ അവരുടെ വർക്കും കമ്പാരിറ്റീവ്ലി എനിക്ക് ഇഷ്ടപ്പെട്ടത് ബെറ്റർ ആയിട്ട് തോന്നിയത് ഇവരുടെയാണ്. അതുപോലെ തന്നെ അവരുടെ വർക്കും കാര്യം കണ്ടപ്പോൾ തന്നെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് ഞാൻ ഈ ഡിസൈൻ ഡ്രാഫ്റ്റ് ത്രൂ അവരുടെ പേജിലെത്തി അവരുടെ കോൺടാക്ട് ചെയ്തത്. എനിക്ക് മെയിൻലി ഒരു ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ, ഞാൻ പുറത്ത് വർക്ക് ചെയ്യണം. അതുകൊണ്ട് തന്നെ വീട്ടിലിരുന്ന് ഞാൻ എങ്ങനെ പണി കാണുന്നു അത് മൊത്തം എനിക്ക് കാണണമെന്നുണ്ടായിരുന്നു. ആദ്യം തന്നെ എനിക്ക് ആദ്യം ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി തന്ന് ഡീറ്റെയിൽസ് കാര്യങ്ങൾ മൊത്തം പറഞ്ഞു തന്നു. ഇങ്ങനെ ഇരിക്കും അങ്ങനെ ഇരിക്കും കാര്യങ്ങളൊക്കെ. അത് ത്രൂ ആണ് എൻ്റെ ഐഡിയാസും കാര്യങ്ങളും ഞാൻ അവർക്ക് ഫോർവേഡ് ചെയ്തത്. ഞാൻ എൻ്റെ മനസ്സിൽ കണ്ട ഐഡിയാസും കാര്യങ്ങളും ഫോർവേഡ് ചെയ്തപ്പോൾ അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ രീതിയിലാണ് അവർ എനിക്ക് അതിൻ്റെ റിസൾട്ട് തന്നത്. അത് ത്രൂ വർക്കൗട്ട് ചെയ്തപ്പോൾ എല്ലാം എനിക്ക് എൻ്റെ മനസ്സിലും ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. എനിക്ക് വീടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതും ഇഷ്ടപ്പെട്ടതുമായ ഭാഗം രൂപക്കൂടാണ്. അപ്പോൾ എനിക്ക് വളരെ പ്രധാനപ്പെട്ടതായ രീതിയിൽ ഇത് ഡിസൈൻ ചെയ്തതിനായിട്ട് തന്നത് ഡിസൈൻ ക്രാഫ്റ്റാണ്. അത് ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. കാരണം നമ്മുടെ മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കാനും വളരെ എല്ലാവർക്കും പ്രചോദനമായി വരുന്ന ഒരു ഭാഗമായ രൂപക്കൂടിന് ഇത്രയും ചെയ്തു തന്ന ഡിസൈൻ ക്രാഫ്റ്റിന് ഞാൻ വളരെ അത്യധികം നന്ദി പറയുന്നു. എനിക്ക് ഈ ഡിസൈൻ ക്രാഫ്റ്റിൻ്റെ ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ പാർട്ടീഷനാണ്. കാരണം മറ്റുള്ള വീടുകൾ നോക്കുമ്പോൾ ഒരു വെറൈറ്റി ലുക്കാണ് എനിക്കിത് തോന്നിയത്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന വുഡൻസ് ആണെങ്കിലും അതുപോലെ ഈ ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്തതിൽ നിന്ന് ഈ വാഷിംഗ് ബേസ് ബാക്കിക്കായതും കൂടുതൽ സ്പേസ് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഒത്തൊരുമയോട് ഫുഡ് കഴിക്കുന്ന കാര്യത്തിലാണെങ്കിലും പിന്നെ അതുപോലെ ഈ പാർട്ടീഷൻ മറ്റുള്ള വീടുകളിൽ നിന്ന് നോക്കുമ്പോൾ ഒരു മോഡേൺ ലുക്ക് ശരിക്കും തരുന്നുണ്ട്. അപ്പം അതിനോട് ഏറ്റവും കൂടുതൽ ഞാൻ ഡിസൈൻ ഡ്രാഫ്റ്റിനോട് നന്ദി പറയാണ്. ഞാൻ പിന്നെ ഏതൊരു വീട്ടിലേക്ക് പോയാലും ഞാൻ ഫസ്റ്റ് ലുക്കൗട്ട് ചെയ്യുന്നത് കിച്ചൺസ് ആയിരിക്കും. ചിലപ്പോൾ എൻ്റെ പാഷനും എൻ്റെ പ്രൊഫഷണൽ അതുകൊണ്ടായിരിക്കാം. ഞാൻ ഒരു ബേക്കറാണ്. അപ്പോൾ ഞാൻ ഏത് വീട്ടിലേക്ക് പോയാലും ഞാൻ ഫസ്റ്റ് ലുക്കൗട്ട് ചെയ്യുന്നത് കിച്ചൺ ആയിരിക്കും. അപ്പോൾ ഞാൻ പല കിച്ചണും കണ്ടിട്ടുണ്ട്. ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ഉദ്ദേശിച്ചേക്കുന്നത് യൂറോപ്യൻ സ്റ്റൈൽ കിച്ചൺ കൊണ്ടാണ് ഞാൻ ആഗ്രഹിച്ചാണ്. അതിൻ്റെ കുറച്ച് ഡിസൈൻസും കാര്യങ്ങളും അവിടുത്തെ എൻ്റെ കിച്ചണും കാര്യങ്ങളൊക്കെ ഞാൻ ഫോട്ടോ അയച്ചു കൊടുത്തായിരുന്നു. ഞാൻ പറഞ്ഞു അതുപോലെ ഒരു കിച്ചൺ ടൈപ്പ് എനിക്ക് വേണം, ഒരു മോഡുലർ കിച്ചൺ. യൂസ് ചെയ്യണ മെറ്റീരിയൽസും കുറച്ച് അടിപൊളിയായിരിക്കണം, കാണുമ്പോൾ എപ്പോഴും ഒരു പ്രീമിയം ലുക്ക് വരുത്തണം, ഒരു യൂറോപ്യൻ ടച്ച് വേണം എന്ന് ഞാൻ അവർ ആവശ്യപ്പെട്ടായിരുന്നു. അതേ രീതിയിൽ കുറച്ച് ഫോട്ടോസും കാര്യങ്ങൾ അവർ ഞാൻ കൊടുത്തായിരുന്നു. ആ ഫോട്ടോസ് വെച്ച് അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ളൊരു 3D ഇമേജ് എനിക്ക് അവർ ഫോർവേഡ് ചെയ്ത് തന്നായിരുന്നു. അതിൽ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു. അത് ത്രൂ ആണ് ഞാൻ ഈ കിച്ചണിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്തത്. കിച്ചൺ പണി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് ഞാൻ അബ്രോഡിൽ നിന്ന് ഇവിടെ എത്തി കഴിഞ്ഞപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് വണ്ടറായിരുന്നു. കാരണം അതിനേക്കാളും ബെസ്റ്റ് റിസൾട്ടാണ് എനിക്ക് കിട്ടിയിരുന്നത്. സോ എൻ്റെ ഏറ്റവും വലിയ പ്രയോറിറ്റി കിച്ചണായിരുന്നു. ആ കിച്ചൺ അവർ ബെസ്റ്റാക്കി വന്നിട്ടുണ്ട്. അതിൽ ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ് ഡിസൈൻ ക്രാഫ്റ്റിനോട്. പിന്നെ ഈ ഡിസൈൻ ക്രാഫ്റ്റിനെ കുറിച്ച് നമ്മൾ ഹൈലൈറ്റ് പറയേണ്ട കാര്യം ഇവരുടെ എംപ്ലോയീസാണ്. സൂപ്പർവൈസർ ആയാലും എംപ്ലോയീസ് ആയാലും എല്ലാവരും ഭയങ്കര ഡെഡിക്കേറ്റഡ് ആണ്. കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ടൈം ലിമിറ്റ് ഭയങ്കര കുറവായിരുന്നു. ഒരു 3 to 4 months എനിക്ക് ഉണ്ടായുള്ളൂ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അതിന് കാരണം ആ വെക്കേഷൻ ടൈമിൽ ഞാൻ വന്ന് കയറുമ്പോൾ എനിക്ക് എൻ്റെ പുതിയ വീട്ടിലേക്ക് ഒന്ന് കയറണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. ആ ടൈം ലിമിറ്റിൽ എത്ര രസമായിട്ടൊരു ചെയ്യാൻ പറ്റുന്നോ അത്ര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മെയിൻ ക്രെഡിറ്റ് പോകുന്നത് ഇവിടുത്തെ ഈ ഡിസൈൻ ക്രാഫ്റ്റിൻ്റെ എംപ്ലോയീസിനാണ്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട സംഭവമാണ് ഇവരെ സൂപ്പർവൈസിങ്ങും അതുപോലെ തന്നെ ഇതിൻ്റെ ബഡ്ജറ്റും. കാരണം നമുക്കൊരു ബഡ്ജറ്റ് ഉണ്ടായിരുന്നു. ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ആ ബഡ്ജറ്റ് അവരോട് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഇത്ര ബഡ്ജറ്റാണ് ഉള്ളത്, ഇതിൽ തീർക്കണം എന്നുള്ളത്. അപ്പോൾ അതനുസരിച്ചുള്ള അതനുസരിച്ചുള്ള ഫോട്ടോസും അതനുസരിച്ചുള്ള ഡിസൈൻ വർക്കിൻ്റെ കാര്യങ്ങളൊക്കെ അവർ അയച്ചു തന്നത്. പിന്നെ പറയാനുള്ളത് ബഡ്ജറ്റിൻ്റെ കേസാണ്. ബഡ്ജറ്റ് ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ വർക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവരോട് പറഞ്ഞിരുന്നു എനിക്ക് ഇത്ര ബഡ്ജറ്റാണ്, പക്ഷേ കോളേജൊട്ടും കുറവ് വരാനും പാടില്ല എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനത്തെ സംഭവമൊക്കെ ഉപയോഗിച്ചാൽ ഇത്ര കോളേജ് നമുക്ക് കിട്ടും, ഇത്ര ബഡ്ജറ്റ് വരും എന്നുള്ളത്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ബഡ്ജറ്റ് വെച്ചിട്ട് നല്ല ബെസ്റ്റ് ഒരു ക്വാളിറ്റിയാണ് ഞാൻ അവിടെ എടുത്തേക്കുന്നത്. ഇപ്പോൾ കിച്ചണായാലും ഇതൊക്കെ ചെയ്തേക്കുന്നത് ജാക്കോഡിലാണ്. അപ്പോൾ ക്വാളിറ്റിയുടെ കേസും എംപ്ലോയീസിൻ്റെ കേസും അതുപോലെ തന്നെ
മാർക്കറ്റിൽ കിട്ടുന്ന ഏറ്റവും ബെസ്റ്റ് ആണ് ഉപയോഗിച്ചാണ് നമ്മൾ, അതും ബഡ്ജറ്റ് ആയിട്ട്. അപ്പോൾ വേറെ ആരെങ്കിലും ഇപ്പോൾ ഇത് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഞാൻ ഓഫ്കോഴ്സ് റെഫർ ചെയ്യും ഡിസൈൻ ക്രാഫ്റ്റിനുള്ളത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസൈൻ ക്രാഫ്റ്റ് ഇപ്പോൾ ഉള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു കമ്പനിയാണ്. കാരണം നമ്മൾ മനസ്സിൽ എന്ത് വിചാരിക്കുന്നു അത് അവർ വർക്കൗട്ട് ചെയ്ത് നമുക്ക് തരും. വെൽ, ഞാൻ ഈ വർക്കിൽ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അറിയാം, അബ്രോഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഭയങ്കര ടെൻഷനായിരിക്കും, വർക്ക് എവിടെ വരെ എത്തി, വർക്ക് എന്ത് എടുത്തി എന്നൊക്കെ ഭയങ്കര ടെൻഷനായിരിക്കും. പക്ഷേ ഈ ഡിസൈൻ ഡ്രാഫ്റ്റ്സിനെ എടുത്തുകൊണ്ട് എനിക്ക് ബെറ്റർ ആയിട്ട് ഓപ്ഷൻ ഒരു ബ്ലസ് കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ്സ് ആയിട്ട് ആ നൈറ്റ് എനിക്ക് എല്ലാ വീഡിയോസും എത്തും, എന്തൊക്കെ വർക്ക് ചെയ്തെന്നുള്ള എല്ലാ ഡീറ്റെയിൽസും എനിക്ക് തരും. അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു. ഡേ ബൈ ഡേ ഞാൻ പുറത്താണെങ്കിലും എനിക്ക് അറിയായിരുന്നു എന്തൊക്കെ വർക്ക് നടക്കുന്നു ഇവിടെ നിന്ന്, എനിക്ക് ഭയങ്കര അറിയായിരുന്നു. അതെനിക്ക് ഭയങ്കര പ്ലസ് ആയിരുന്നു. കാരണം അത് ഒരു അടിപൊളി ക്വാളിറ്റിയാണ് ഡിസൈൻ ഡ്രാഫ്റ്റിൻ്റെ. കാരണം ഇപ്പം വേറെ ആരെങ്കിലും പുറത്ത് വർക്ക് ചെയ്യണ ആരെങ്കിലും നാട്ടിലെങ്കിലും ഞാൻ 100% അല്ല 150% ഞാൻ സജസ്റ്റ് ചെയ്യാൻ അവർക്ക്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രം സർവീസ് ഓറിയൻറ്റഡ് ആണ് ഈ ഡിസൈൻ ഡ്രാഫ്റ്റ് എന്നുള്ള കമ്പനി. അതുപോലെ തന്നെ എൻ്റെ ഒരു രണ്ടാമത്തെ കൺസേൺ ആയിരുന്നു, ഇനി ഇവർ പുതിയ വീട് മാത്രമാണ് പണിയുക എന്നുള്ളത്. പക്ഷേ ഞാൻ അവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ മനസ്സിലായി പുതിയ വീട് മാത്രമല്ല റിനോവേഷനും ഭയങ്കര ബെസ്റ്റിലും ക്വാളിറ്റിയിലും ചെയ്തിരുന്നുള്ളത്. അപ്പോൾ ഡിസൈൻ ഡ്രാഫ്റ്റിനോട് ഞാൻ ഭയങ്കര ഹാപ്പി ആൻഡ് ഗ്രേറ്റ്ഫുൾ ആണ്. കാരണം ഇത്ര നല്ലൊരു ഹോം എനിക്ക് ചെയ്തു തന്നതിന്. അതുപോലെ തന്നെ അവരുടെ സർവീസ് വളരെ വളരെ എടുത്തു പറയുന്ന സംഭവം കൂടിയാണ്. ഭയങ്കര ഫ്രണ്ട്ലിയാണ്. പിന്നെ കാർ പോർച്ച് എടുത്തു പറയുന്ന കാര്യമാണ്. കാരണം കാർ പോർച്ച് പറയുന്ന സമയത്ത് ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടിനോട് ചേർന്ന് വീടിൻ്റെ ഒരു ഭാഗമായിട്ട് വരണം. അപ്പോൾ അതിൻ്റെ ചെറിയ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്ത് കൊടുത്തായിരുന്നു. ഇന്ന രീതിയിലാണ് എനിക്ക് വേണ്ടത്, ഇന്ന മെറ്റീരിയൽസ് യൂസ് ചെയ്യണം, ചില്ലിൻ്റെ ഒരു ഷെയ്ഡും കാര്യങ്ങളൊക്കെ വരണം എന്ന് ഞാൻ മുൻകൂട്ടി പറഞ്ഞിരുന്നു. അപ്പോൾ അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു ഡിസൈൻ എനിക്ക് തന്നത്. അത് വെച്ച് ഫോർവേഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ കണ്ടതിനേക്കാളും ഒരു ഭയങ്കര ഹാപ്പി ആയിട്ടാണ് എനിക്ക് കിട്ടിയത് ആ കാർ പോർച്ച്. അത് ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ് ഡിസൈൻ ഡ്രാഫ്റ്റിൻ്റെ അടുത്ത്. മോറോവർ എവരിത്തിങ് ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്, 100% സാറ്റിസ്ഫൈഡ് ആണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീട് അല്ലെങ്കിൽ സ്വപ്നമാണ്. ആ സ്വപ്നം വൺ ഓഫ് ദ ബെസ്റ്റ് മൊമെൻറ്റിലും വൺ ഓഫ് ദ ബെസ്റ്റ് തിങ്ങിലും എനിക്ക് ചെയ്തത് ഡിസൈൻ ഡ്രാഫ്റ്റ് ആണ്. സോ ഐ എം സോ ഹാപ്പി ആൻഡ് ഗ്രേറ്റ്ഫുൾ. അച്ഛൻ്റെ മക്കൾക്ക് വീട്ടിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട് പാകം ചെയ്താ എന്തുകൊണ്ടാണ്? കാർട്ടൂൺ കാണാനും സിനിമ ഒക്കെ കാണാനും ടിവിയിൽ കാണാം. അത് എത്ര ഭയങ്കര അടിപൊളിയായ തിയേറ്ററിൽ തോന്നുന്നുണ്ടോ? സൂപ്പറായ